ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ചാണ് ട്രംപ് പിറന്നാൾ ആശംസകൾ നേർന്നത്. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ മോദി നൽകിയ പിന്തുണയ്ക്ക് ട്രംപ് നന്ദി പറഞ്ഞു. സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ ഇക്കാര്യം ട്രംപ് പങ്കുവയ്ക്കുകയും ചെയ്തു. എന്റെ സുഹൃത്തായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇപ്പോൾ ഒരു മികച്ച ഫോൺ സംഭാഷണം നടത്തി. ഞാൻ അദ്ദേഹത്തിന് ജന്മദിന ആശംസകൾ നേർന്നു. അദ്ദേഹം വളരെ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. നരേന്ദ്ര, റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് നന്ദി, ട്രംപ് കുറിച്ചു. പിന്നാലെ ട്രംപിന്റെ പിറന്നാൾ ആശംസയ്ക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചു. എന്റെ 75ാം ജന്മദിനത്തിൽ ഫോൺ വിളിച്ചതിനും ഊഷ്മളമായ ആശംസകൾ നേർന്നതിനും എന്റെ സുഹൃത്തായ പ്രസിഡന്റ് ട്രംപിന് നന്ദി. നിങ്ങളെപ്പോലെ ഞാനും ഇന്ത്യയും യുഎസും തമ്മിലുള്ള സമഗ്രവും ആഗോളവുമായ പങ്കാളിത്തത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് പൂർണ്ണമായ പ്രതിജ്ഞാബദ്ധനാണെന്നും മോദി കൂട്ടിച്ചേർത്തു. തുടർന്ന് യുക്രൈൻ സംഘർഷത്തിൽ ട്രംപിന്റെ സമാധാന ശ്രമങ്ങൾക്ക് പ്രധാനമന്ത്രി പിന്തുണയും അറിയിച്ചു. യുക്രൈൻ സംഘർഷത്തിന് സമാധാനപരമായ ഒരു പരിഹാരം കാണാൻ നിങ്ങൾ മുൻകൈയെടുത്തതിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്നും മോദി കുറിച്ചു. മാത്രമല്ല, ഇന്ത്യയും യുഎസും ഒരു ദിവസത്തെ വ്യാപാര ചർച്ചകൾ നടത്തുന്നത് ഉഭയകക്ഷി കരാറിനെ കുറിച്ചുള്ള നിർത്തിവെച്ച ചർച്ചകൾ ഉടൻ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയ്ക്ക് കാരണമാകുന്നു. ഇന്ത്യയുടെ വാണിജ്യ മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥരെ കാണാൻ യുഎസ് വ്യാപാര ചർച്ചക്കാരനായ ബ്രണ്ടൻ ലിഞ്ചിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഡൽഹിയിലെത്തി. ഈ കൂടിക്കാഴ്ച അടുത്തഘട്ട ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നില്ലെന്ന് ഇന്ത്യ പറഞ്ഞു. ഒരു കരാറിലെത്താൻ എങ്ങനെ കഴിയുമെന്ന് കാണാൻ ശ്രമിക്കുന്നത് സംബന്ധിച്ച ഒരു ചർച്ചയാണിതെന്നും ഇതിനെ വിശേഷിപ്പിച്ചു. റഷ്യൻ എണ്ണയും ആയുധങ്ങളും ഡൽഹി വാങ്ങിയതിനുള്ള പിഴയായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% കനത്ത തീരുവ ചുമത്തിയതിനെ തുടർന്ന് ഒരു വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ സ്തംഭിച്ചിരുന്നു. ആഭ്യന്തര ഊർജ്ജ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യ തങ്ങളുടെ തീരുമാനത്തെ ന്യായീകരിച്ചു. താരിഫുകൾ അന്യായമാണെന്ന് വിളിച്ചു. ട്രംപും അദ്ദേഹത്തിന്റെ പ്രധാന ഉദ്യോഗസ്ഥരും ഇന്ത്യയെ ശക്തമായി വിമർശിച്ചതിനൊപ്പം ഭാരിച്ച കടമകളും സഖ്യകക്ഷികൾ തമ്മിലുള്ള ബന്ധത്തിൽ വേഗത്തിലുള്ളതും അപ്രതീക്ഷിതവുമായ വഷളാകലിന് കാരണമായി. വസ്ത്രങ്ങൾ, ചെമ്മീൻ, രത്നങ്ങൾ, ആഭരണങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സാധനങ്ങൾ യുഎസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രധാന രാജ്യമാണ് ഇന്ത്യ. താരിഫുകൾ ഇതിനകം തന്നെ ഉൽപാദനത്തെയും ഉപജീവന മാർഗത്തെയും ബാധിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ചൊവ്വാഴ്ചത്തെ ഇന്ത്യ യുഎസ് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള കൂടിക്കാഴ്ച സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്നു. ഇത് ഔദ്യോഗിക ചർച്ചകളുടെ ഒരു ഘട്ടമല്ല, പക്ഷേ തീർച്ചയായും വ്യാപാര ചർച്ചകളെക്കുറിച്ചും ഇന്ത്യയും യുഎസും തമ്മിൽ എങ്ങനെ ഒരു കരാറിലെത്താൻ കഴിയുമെന്ന് കാണുന്നതിനെക്കുറിച്ചുമുള്ള ചർച്ചയായിരിക്കും ഇത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ചർച്ചകൾ നേതൃത്വം നൽകുന്ന രാജേഷ് അഗർവാൾ തിങ്കളാഴ്ച മിസ്റ്റർ ലിഞ്ചിന്റെ സന്ദർശനത്തിന് മുമ്പ് പ്രാദേശിക മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തെയും റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യ വിസമ്മതിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ മാസം ഒരു റൗണ്ട് ചർച്ചകൾ റദ്ദാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതീക്ഷകൾ വർദ്ധിച്ചു. ട്രംപ് ഭരണകൂട ഉദ്യോഗസ്ഥൻ കൂടുതൽ അനുരഞ്ജനാത്മകമായി പെരുമാറി. ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണെന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനായി യുഎസും ഇന്ത്യയും ചർച്ചകൾ തുടരുകയാണെന്ന് ട്രംപ് പറഞ്ഞു. മറുപടിയായി മോദി യുഎസ് പ്രസിഡന്റിന്റെ ശുഭാപ്തി വിശ്വാസം പ്രതിധ്വനിപ്പിക്കുകയും ഇരു രാജ്യങ്ങളും അടുത്ത സുഹൃത്തുക്കളും സ്വാഭാവിക പങ്കാളികളുമാണെന്നും പറഞ്ഞു. അടുത്ത ആഴ്ചകളിൽ വ്യാപാര കരാർ പരിഹരിക്കപ്പെടുമെന്ന് ഇന്ത്യയിലെ അടുത്ത യുഎസ് അംബാസഡറായ ട്രംപിന്റെ നോമിനിയുമായ സെർജിയോ ഗോർ വ്യക്തമാക്കി. ഈ ഇടപെടലിന്റെ കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ അത്ര അകലത്തിലല്ല. വാസ്തവത്തിൽ അവർ കരാറിന്റെ ഗൗരവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. കഴിഞ്ഞയാഴ്ച നടന്ന ഒരു സ്ഥിരീകരണ ഹിയറിംഗിനിടെ അദ്ദേഹം വ്യക്തമാക്കി. വർഷങ്ങളായി ഇന്ത്യയുടെ കാർഷിക മേഖലയിലേക്ക് കൂടുതൽ പ്രവേശനത്തിനായി വാഷിംഗ്ടൺ ശ്രമിച്ചിരുന്നു. ഇത് ഉപയോഗിക്കപ്പെടാത്ത ഒരു സുപ്രധാന വിപണിയായി കണ്ടു. എന്നാൽ ഭക്ഷ്യസുരക്ഷ, ഉപജീവന മാർഗങ്ങൾ, ദശലക്ഷക്കണക്കിന് ചെറുകിട കർഷകരുടെ താൽപര്യങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടി ഇന്ത്യ അതിനെ ശക്തമായി സംരക്ഷിച്ചു. കഴിഞ്ഞയാഴ്ച യുഎസ് വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലൂട്ടിംഗ് ഇന്ത്യയുടെ കടുത്ത സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചുള്ള തന്റെ മുൻ വിമർശനം ആവർത്തിച്ചു. 1.4 ബില്യൺ ജനങ്ങളുള്ള ഒരു രാജ്യം എന്തുകൊണ്ട് ഒരു ബുഷൻ യുഎസ് ധാന്യം വാങ്ങാൻ മടിക്കുന്നു എന്ന് ചോദിച്ചു. എന്നാൽ ദേശീയ പരമാധികാരവും ഭക്ഷ്യസുരക്ഷയും മനസ്സിൽ വെച്ചുകൊണ്ട് കാർഷിക വിപണി തുറക്കാനുള്ള സമ്മർദ്ദത്തിന് ഡൽഹി വഴങ്ങരുതെന്നാണ് ഇന്ത്യൻ വിദഗ്ധർ വാദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.